ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ രേവതി പൂക്കട തുടങ്ങിയതും പൂക്കടക്ക് ചന്ദ്രമതിയുടെ പേരിട്ടതൊന്നും നമ്മുടെ ചന്ദ്രക്ക് ഇഷ്ടമല്ലല്ലോ. ആ കട എങ്ങനെയെങ്കിലും പൂട്ടിക്കണമെന്നാണ് ചന്ദ്രക്ക് കട തുടങ്ങിയപ്പോൾ തൊട്ടുള്ള വിചാരം. എപ്പോഴും ദേഷ്യമാണ് ചന്ദ്രക്ക് രേവതിയെ കാണുന്നതും പൂവിൻ്റെ കാര്യം പറഞ്ഞും ഫ്രിഡ്ജ് തുറക്കുമ്പോൾ പൂവിൻ്റെ മണമുള്ള കാര്യം പറഞ്ഞും എപ്പോഴും ചന്ദ്ര രേവതിയോട് ദേഷ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കട എങ്ങനെ പൂട്ടിക്കും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതി ചന്ദ്രക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സച്ചി ഇത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് രേവതിക്ക് കൊടുത്തതാണല്ലോ പൂക്കട ഇട്ട് കൊടുത്തത്. അപ്പോൾ സച്ചി അതിൻ്റെ റൂൾസ് ഒന്നും ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കോർപ്പറേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം, ഇങ്ങനെ അനധികൃതമായിട്ട് റോഡ് സൈഡിൽ ഒരു കട ഇട്ടിട്ടുണ്ടെന്നും അത് ബാക്കിയുള്ളവർക്ക് ശല്യമാണെന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്കൊരു കംപ്ലൈൻറ്റ് കൊടുക്കാം. അപ്പോൾ കോർപ്പറേഷൻകാർ വന്ന് രേവതിയുടെ കട പൊളിച്ചുകൊണ്ടും പൊക്കോളും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും അത് നല്ല ഐഡിയ ആണല്ലോ. അല്ലാതെ ഞങ്ങൾ ഈ കട പൊളിക്കാൻ നോക്കിയാൽ സച്ചി അറിയും. പിന്നെ അറിയാലോ സച്ചിയുടെ സ്വഭാവത്തിന് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയാനൊന്നും പറ്റത്തില്ല. കോർപ്പറേഷൻകാർ പൊളിച്ചുകൊണ്ടും പോയാൽ സച്ചി പിന്നെ അവരെ ഒന്നും ചെയ്യാനൊന്നും പോണില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ കട പോവുകയും ചെയ്യും, സച്ചിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് ശ്രുതി പറയുവാണ്. ഓർക്കുമ്പോൾ ചന്ദ്രക്കും അത് നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നുണ്ട്. ചന്ദ്ര പറയും എന്നാൽ ശ്രുതി നീ എളുപ്പം പോയി കംപ്ലൈൻറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ വിടുന്നുണ്ട്. ശ്രുതി കംപ്ലൈൻറ്റ് കൊടുത്ത പിറ്റേ ദിവസം തന്നെ കോർപ്പറേഷൻകാർ വന്ന് രേവതിയുടെ കട പൊക്കിക്കൊണ്ടും പോവുകയാണ്. അപ്പോൾ രേവതി ഇല്ലാത്ത ടൈമിലാണ് കോർപ്പറേഷൻകാർ പൊക്കുന്നത്. ഇതൊക്കെ ചന്ദ്രയും ശ്രുതിയും വീട്ടിൽ നിന്ന് കണ്ട് ആസ്വദിക്കുവാണ്. അങ്ങനെ ആ കട പോയി, എനിക്ക് സമാധാനമായി എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോൾ രേവതി അമ്പലത്തിൽ നിന്ന് ഓട്ടോയിലോട്ട് വരുമ്പോഴേക്കും നോക്കുമ്പോൾ ഈ കട കോർപ്പറേഷൻകാർ വണ്ടി കയറ്റി കൊണ്ടുപോകുന്നു. രേവതി ഓടി വരും. അയ്യോ സാറേ എൻ്റെ കട ഇത് എന്താ ചെയ്യുന്നേ നിങ്ങൾ, ഇത് എൻ്റെ കടയാന്നൊക്കെ പറഞ്ഞ് രേവതി ഒരുപാട് കരയുന്നുണ്ട്. അപ്പോൾ കോർപ്പറേഷൻകാർ പറയും ഇങ്ങനെ ഇവിടെ റോഡ് സൈഡിലൊന്നും കട ഇടാൻ പാടില്ല എന്ന് പറയുമ്പോൾ രേവതി പറയും അതിനിത് ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിലല്ലേ ഇട്ടിരിക്കുന്നത്, അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ വീടിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇടാം, വീടിൻ്റെ പുറത്ത് നിങ്ങളുടെ സ്ഥലമല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്, ഇവിടെ ഇങ്ങനെ കടയൊന്നും ഇടാൻ പാടില്ല, ഇങ്ങനെ കട ഇടുവാണെങ്കിൽ അതിന് കുറേ ഫോർമാലിറ്റീസും റൂൾസും ഒക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട്, നിങ്ങളിങ്ങനെ അനധികൃതമായിട്ട് കടയിടുന്നതൊന്നും ശരിയല്ല, ഞങ്ങൾക്കൊരു കംപ്ലൈൻറ്റ് കിട്ടി, അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ കട പൊക്കിക്കൊണ്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും കംപ്ലൈൻറ്റ് കൊടുത്തത് അതാരാണെന്നൊന്നും അറിയില്ല, ഒരു പെണ്ണാ കൊടുത്തത്. അവർ പറഞ്ഞു ഈ കട ഇപ്പം ഞങ്ങളായിട്ട് മാറ്റിയില്ലെങ്കിൽ അവർ മേലധികാരികൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുകയും ഈ കട എന്തായാലും പൊളിപ്പിക്കുകയും ചെയ്യും, എല്ലാം നിയമത്തിൻ്റെ വശം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും സാർ ഞാൻ ആർക്കും ബുദ്ധിമുട്ടില്ല ല്ലേ കട നടത്തുന്നത്, പിന്നെ എന്താ കുഴപ്പം. അപ്പോൾ രവീന്ദ്രനും പറയുന്നുണ്ട് റോഡ് സൈഡിലൊന്നും അല്ലല്ലോ സാർ, ഈ വഴി കൂടി വണ്ടികൾ പോലും പോകുന്നില്ല, പിന്നെ നമ്മുടെ വീടിൻ്റെ മുമ്പിലല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പറയും എന്തൊക്കെയായാലും നിയമമല്ലേ സാറേ, ഇങ്ങനെയൊന്നും ഇടാനൊന്നും പാടില്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയമം അനുസരിച്ച് പോയേ പറ്റത്തുള്ളൂ, നിങ്ങളുടെ ഈ വണ്ടി വേണമെങ്കിൽ ഓഫീസിൽ വന്ന് ഫൈൻ അടച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ടും പൊക്കോളൂ, പക്ഷേ അപ്പോഴും ഇവിടെ കട ഇടാൻ പറ്റത്തില്ല, കട ഇട്ടാൽ ഞങ്ങൾ ഇനിയും വന്ന് ഇതുപോലെ പൊക്കിക്കൊണ്ട് പോകുമെന്ന് പറയുവാണ്. അതുമാത്രമല്ല നിങ്ങളിവിടെ ഭയങ്കര മോശമായിട്ടാണ് ഇടുന്നതെന്നും ഭയങ്കര കൊതുക് ശല്യമാണ് നിങ്ങളുടെ പൂക്കളൊക്കെ കൊണ്ട് ഇവിടെ നിറഞ്ഞിട്ടെന്നൊക്കെ പരിസരവാസികളൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ സാർ നിങ്ങൾക്കിത് നോക്കിയാൽ തന്നെ കാണാം, ഞാൻ അധികം പൂക്കളൊന്നും ഇവിടെ കൊണ്ടുവന്ന് വെക്കാറൊന്നുമില്ല, അന്നുള്ള ആവശ്യത്തിനുള്ള പൂക്കൾ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ, സാറിനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരതൊന്നും കേൾക്കുന്നില്ല, അവർ രേവതിയുടെ വണ്ടിയും കൊണ്ട് പോകുവേ. ഇതറിഞ്ഞ സച്ചി ഓടി വരുവാണ്. സച്ചിയുടെ മുമ്പിൽ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. സച്ചിയേട്ടാ എൻ്റെ വണ്ടി കൊണ്ടുപോയി, സച്ചിയേട്ടൻ എനിക്കായിട്ട് ഇട്ട് തന്ന പൂക്കടയാണ്, എനിക്കൊരു വിലയൊക്കെ ഉണ്ടായത് ആ പൂക്കട വന്നതിന് ശേഷമാണ്, ഞാൻ ജീവിക്കാൻ തുടങ്ങിയതും അതിന് ശേഷമാണ്, എൻ്റെ വരുമാന മാർഗ്ഗമാണ് അവർ കൊണ്ടുപോയതെന്നൊക്കെ പറഞ്ഞ് രേവതി ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ സച്ചി ഭയങ്കരമായിട്ട് ഒച്ചെടുക്കുന്നുണ്ട്, അച്ഛാ ആരാണ് ഈ പണി ചെയ്തത്, അച്ഛൻ ആരാണെന്ന് പറയാൻ പോയി ചോദിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയും എടാ നമ്മൾ ചെയ്തത് തെറ്റാടാ, ഇങ്ങനെ കട തുടങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നിയമവശങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അതൊന്നും നോക്കിയില്ലല്ലോ. അപ്പോൾ സച്ചി പറയും അച്ഛാ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കടയിട്ടതിന് എന്ത് നിയമമാണ് അച്ഛാന്ന് ചോദിക്കുമ്പോഴേക്കും എടാ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഗേറ്റിൻ്റെ അകത്തോട്ടാണ്, പുറത്തോട്ടുള്ളതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലമല്ലേ, എന്നിരുന്നാലും നമ്മൾ ടാക്സ് അടക്കുന്നില്ലേ, ആൾക്കാരൊക്കെ സ്ഥലം കയ്യേറി വീടും ഫ്ലാറ്റും ഒക്കെ നിർമ്മിക്കുന്നു, അതൊന്നും കുഴപ്പമില്ല, ഒരു ചെറിയ പൂക്കട ഇട്ടതിനാണോ അവർ പൊളിച്ചോണ്ടും പോയെന്ന് പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയും ശ്രുതിയൊക്കെ കളിയാക്കും, ഭാര്യയ്ക്കും പഠിപ്പില്ല ഭർത്താവിനും പഠിപ്പില്ല, അപ്പോൾ ഇങ്ങനെയൊക്കെ കടയിട്ട ഇങ്ങനെയൊക്കെ ഇരിക്കും, ഇതിനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്, അതൊന്നും ചെയ്യാതെ ഭാര്യയ്ക്ക് ഒരു കടയിട്ട് കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും, ആൾക്കാർ വന്ന് പൊക്കിക്കൊണ്ടും പോകും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ്. അപ്പോൾ സച്ചി വരെ രണ്ടുപേരും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവേ. അപ്പോൾ ചന്ദ്ര
ചന്ദ്ര പറയും, എന്താടാ നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? അല്ല, ആ പരാതി കൊടുത്തത് ആരാണെന്ന് ഞാൻ അറിയട്ടെ, അവർക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്രയുടെ മുഖം മാറുവേ. അപ്പോൾ ചന്ദ്ര പറയും, നീ എന്താ നിന്നെ എനിക്ക് സംശയമുണ്ടോ നിനക്ക് എന്നെയെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, എനിക്ക് അമ്മയെ സംശയമില്ല, കാരണം അമ്മയുടെ തലയിൽ ഇത്രയും ബുദ്ധിയൊന്നും പോകത്തില്ല. പക്ഷേ ഇവിടെ ക്രിമിനൽ ബുദ്ധിയുള്ള വേറൊരാളുണ്ട്, അവരുടെ തലയിൽ ഇങ്ങനത്തെ ബുദ്ധിയെ കൊതിക്കത്തുള്ളൂ. കംപ്ലൈൻറ്റ് കൊടുത്ത ആളെ ആദ്യം ഞാൻ അറിയട്ടെ എന്നൊക്കെ പറയുവാണ് സച്ചി. എന്തായാലും ഞാൻ പോയി ആ വണ്ടി എടുത്തുകൊണ്ടും വറ്റേ അച്ഛാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, എടാ വണ്ടി എടുത്ത് കൊണ്ടുവന്നാലും നമുക്കിനി ആ കട ഇവിടെ ഇടാൻ പറ്റത്തില്ല, കാരണം ആ സ്ഥലം അവരുടെ സ്ഥലമല്ലേ, നമുക്കതൊന്നും പറ്റത്തില്ലടാ. നീ വെറുതെ കിടന്ന് ഒച്ച ഇട്ടിട്ടും കാര്യമൊന്നുമില്ല, കാരണം നിയമമാണ് അത്, അവർക്ക് അതിൻ്റെ റൂൾസൊക്കെ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുവാണ്. രേവതിയുടെ കരച്ചിൽ കാണുമ്പോൾ സച്ചിക്ക് സഹിക്കുന്നില്ല. രേവതി പറയുന്നുണ്ട്, വീടിൻ്റെ അകത്തിരുന്ന് എനിക്കായിട്ട് ഒരു ലോകം കാണാൻ തുടങ്ങിയത് ഞാൻ ഇപ്പോഴാണ് സച്ചി ഏട്ടാ, അപ്പോഴേക്കും അതിൻ്റെ കട പൊളിച്ചുകൊണ്ടും പോവുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, രേവതി നീ വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ, എന്ത് വഴി? എനിക്കൊരു നല്ല കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് രേവതി പൊട്ടിക്കരയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിനക്കൊന്നും പറഞ്ഞ പണിയല്ല ഈ പുറത്ത് കടയിട്ട് നടക്കലൊക്കെ, പഠിപ്പില്ലാത്തവരാ നിങ്ങളൊക്കെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം, വീട്ടുപണിയും നോക്കി ഇവിടെ ഇരിക്കാനുള്ളതിന് പുറത്ത് പൂക്കടയിട്ട് അവൾ വിലസൊന്നു രാജകുമാരിയെ പോലെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര രേവതിയെ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചിക്കും വിഷമമാവും. സച്ചി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയിട്ട് സച്ചിയുടെ വിഷമങ്ങളൊക്കെ പറയും. രേവതിയുടെ പൂക്കട ഇങ്ങനെ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും അവർ പറയും, എന്ത് ചെയ്യുവടാ നമ്മളിനി? അപ്പോൾ സച്ചി പറയും, എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, എങ്ങനെയെങ്കിലും രേവതിക്ക് ഒരു കടയിട്ട് കൊടുക്കണം. അപ്പോൾ കൂട്ടുകാർ പറയും, എന്നാൽ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും സ്ഥലം നോക്കിയാലോ? അപ്പോൾ സച്ചി പറയും, അതൊന്നും വേണ്ട, മാർക്കറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ തന്നെ ഒരുപാട് പൂക്കടകളുണ്ട്, രേവതിക്ക് രേവതിയുടേതായിട്ടുള്ളൊരു പേരുണ്ട്, രേവതിക്ക് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, അപ്പോൾ അതിനായിട്ട് വേറൊരു സ്ഥലം വേണം, നമുക്കൊരു AC ഷോറൂം തുടങ്ങിയാലോ എന്ന് പറയുമ്പോൾ കൂട്ടുകാരൊക്കെ പറയും, എടാ പൂ മേടിക്കാൻ ആരെങ്കിലും AC കടയിൽ കയറോടാ, അതൊക്കെ സാധാരണ കടയിലെ ആൾക്കാർ പോകത്തുള്ളൂ എന്ന് പറയുമ്പോൾ സച്ചി പറയും, എന്ത് ചെയ്യും പിന്നെ? അപ്പോഴാണ് പെട്ടെന്ന് ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ വിളിച്ചിട്ട് എന്തോ ഓൺലൈൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൂട്ടുകാരൻ ചൂടാവുന്നുണ്ട്, നീ എപ്പോഴും ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തുകൊണ്ടിരുന്നു, ബാക്കിയുള്ളവനാ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും സച്ചിക്ക് ഒരു ഐഡിയ തോന്നും, എടാ ഇപ്പം എല്ലാം ഓൺലൈനല്ലേ, സാധനങ്ങൾ എന്ത് ബുക്ക് ചെയ്താലും അങ്ങോട്ടേക്ക് എത്തിച്ചു കൊടുക്കുന്ന ടൈപ്പ്, അപ്പോൾ രേവതിക്കൊരു വണ്ടി മേടിച്ചു കൊടുത്താൽ രേവതി പൂവ് അതിൽ വെച്ച് എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കുമല്ലോ രേവതിയുടെ കസ്റ്റമേഴ്സിനൊക്കെ, അത് നല്ല ഐഡിയ അല്ലേ, അപ്പോൾ ആരെയും പേടിക്കാൻ വേണ്ട, ഒരു മൊബൈൽ പൂക്കട, എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് പറയുമ്പോൾ കൂട്ടുകാരൊക്കെ പറയും, അത് നല്ല ഐഡിയ ആണല്ലോ, പക്ഷേ വണ്ടി എടുക്കാൻ കാശ് വേണമല്ലോ എന്നൊക്കെ പറയുമ്പോൾ കൂട്ടുകാർ പറയും, എടാ ഞങ്ങൾ ഇപ്പം തന്നെ നിനക്ക് ഒരുപാട് കാശ് തരാനുണ്ട്, ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള കാശൊക്കെ തരാം എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിലുള്ള അപ്പത്തെ കാശൊക്കെ കളക്ട് ചെയ്തിട്ട് സച്ചിക്ക് കൊടുക്കും. സച്ചി നേരെ ഷോറൂമിൽ പോയിട്ട് സ്കൂട്ടറൊക്കെ നോക്കുവാണ്. അവിടെയുള്ള ആളോട് പറയുന്നുണ്ട്, ബാക്കിൽ ഒരു പെട്ടിയൊക്കെ പിടിപ്പിച്ചിട്ട് ഓടിക്കാൻ പറ്റിയ ടൈപ്പ് ഒരു സ്കൂട്ടർ വേണം എന്നൊക്കെ പറയുമ്പോൾ അയാൾ, സാർ നോക്കിക്കോളൂ, ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നോക്കിക്കോളൂ എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി രേവതിയെ വിളിച്ച് രേവതിക്ക് ഇഷ്ടപ്പെട്ട കളർ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി ഓർക്കും വല്ല സാരിയൊക്കെ മേടിച്ചു തരാനാണെന്ന്. രേവതിക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ പറയുമ്പോഴേക്കും സച്ചി അയാളോട് പറയുന്നുണ്ട്, എനിക്ക് ഈ കളറുള്ള സ്കൂട്ടർ മതി എന്ന് പറയുമ്പോഴേക്കും, ചേട്ടാ അങ്ങനത്തെ കളർ സ്കൂട്ടർ ഉണ്ട്, കനകാംബരത്തിൻ്റെ കളറാണ് രേവതി പറയുന്നത്. കനകാംബരം കളറുള്ള ഒരു സ്കൂട്ടർ സച്ചിക്ക് കാണിച്ചു കൊടുക്കുവാണ്. രേവതിക്ക് ഒരു സർപ്രൈസ് കൊടുത്ത് ഞെട്ടിക്കാനാണ് ഏതായാലും സച്ചിയുടെ തീരുമാനം. കാരണം രേവതി വിഷമിക്കുന്നത് സച്ചിക്ക് ഇഷ്ടമല്ല, രേവതിയുടെ സങ്കടം എങ്ങനെയെങ്കിലും മാറ്റാനാണ് സച്ചി ഇങ്ങനെ ചെയ്യുന്നത്. രേവതി ഏതായാലും സച്ചി ഞെട്ടിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് വണ്ടിയൊക്കെ ഇട്ട് സച്ചി നേരെ വീട്ടിൽ പോവേ. ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് കയറ്റത്തില്ല, ഗേറ്റിൻ്റെ പുറത്തിട്ടിട്ട് സച്ചി എല്ലാവരെയും ഫോൺ ചെയ്തിട്ട് പുറത്തോട്ട് വരാൻ പറയും. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താണ് രേവതി നിന്റെ ഭർത്താവ് എല്ലാവരെയും വിളിച്ച് പുറത്തോട്ട് വരാൻ പറയുന്നത്, അവൻ്റെ കാറ് വല്ലതും നിന്നു പോയോ, തള്ളാൻ വേണ്ടി വിളിക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും, സച്ചി ഏതായാലും ഒന്നും കാണാതെ ആരെയും പുറത്തോട്ടൊന്നും വിളിക്കത്തില്ലല്ലോ. രേവതി പറയുന്നുണ്ട്, എന്നെയും വിളിച്ചിട്ടുണ്ട്, എനിക്കും അറിയില്ല എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി പുറത്തോട്ട് പോകുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാനൊരു സർപ്രൈസ് കാണിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ ഞാൻ, സർപ്രൈസോ, അതെന്ത് സർപ്രൈസ്, വാ നോക്കച്ചാന്ന് പറഞ്ഞ് ഗേറ്റ് തുറന്ന് കാണിക്കുമ്പോൾ ഒരു പുതിയ സ്കൂട്ടർ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, ഇത് കൊള്ളാലോടാ, നീ മേടിച്ചതാ? അച്ഛാ ഞാൻ രേവതിക്ക് വേണ്ടി മേടിച്ചതാന്ന് പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവേ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, എന്താടാ പെട്ടെന്നൊരു സ്കൂട്ടറൊക്കെ? കട ഏതായാലും അവർ പൊളിച്ചുകൊണ്ടും പോയി, വണ്ടി ആർക്കും പൊക്കിക്കൊണ്ടു പോകാൻ പറ്റില്ലല്ലോ. ഞാൻ രേവതിക്ക് ഈ സ്കൂട്ടർ കൊടുത്തതിന് പിന്നിലൊരു കഥയുണ്ടച്ചാ. രേവതിക്ക് പൂ വെച്ച് ഇതിലിനി വിൽക്കാലോ പൂവൊക്കെ, നമ്മുടെ വണ്ടി ആരും പൊക്കിക്കൊണ്ടു പോകത്തില്ല, ബാക്കിൽ ഒരു പെട്ടി പിടിപ്പിച്ച് അതിൽ രേവതിക്ക് ആവശ്യമുള്ള പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മൊബൈൽ പൂക്കടയാക്കി മാറ്റാൻ നമുക്ക് ഈ സ്കൂട്ടർ എന്നൊക്കെ
പറയുമ്പോഴേക്കും രേവതിക്ക് സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയുവേ. വർഷ പറയും, ആ കൊള്ളാലോ ഐഡിയ, സൂപ്പർ രേവതി ചേച്ചി, കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതിക്ക് മാത്രം ഏതായാലും നല്ല ദേഷ്യം വന്നിട്ടുണ്ട് ഇങ്ങനെ അവരുടെ ജീവിതത്തിലൊരു സന്തോഷം വന്നപ്പോഴേക്കും. സച്ചി പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് അച്ഛാ, കൊള്ളാവോ സ്കൂട്ടർ എന്നൊക്കെ ചോദിക്കുമ്പോൾ അടിപൊളി ആയിട്ടുണ്ട്, ഏതായാലും നിന്റെ ബുദ്ധി കൊള്ളാം, നിനക്ക് ഈ ഐഡിയ എങ്ങനെയൊക്കെ കിട്ടിയെന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോഴേക്കും വണ്ടിയിൽ SR എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ശ്രുതി ചോദിക്കും, ഇതെന്താടാ SR? അതറിയില്ലേ, നമ്മുടെ കാറിലുണ്ടല്ലോ സച്ചി രേവതി എന്നൊക്കെ പറയും. അല്ല, ആ പൂക്കട കമ്മയുടെ പേരായിരുന്നില്ലേ, അപ്പോൾ പിന്നെ ഇതിനെന്താ വണ്ടിക്ക് എന്താ നിങ്ങളുടെ പേരിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അമ്മയുടെ പേരിനൊരു രാശിയില്ല, ബ്യൂട്ടി പാർലറും നഷ്ടത്തിൽ, പൂക്കട കോർപ്പറേഷൻകാർ പൊക്കിക്കൊണ്ടും പോയി. അപ്പോൾ പിന്നെ രേവതിയുടെ പേരാച്ചാ നല്ലത്, രേവതിയുടെ നല്ല രാശിയുള്ള പേരാന്നൊക്കെ പറഞ്ഞ് രേവതി ഒന്ന് സുഖിപ്പിക്കുവാണ്. രേവതിക്ക് ഏതായാലും നല്ല സന്തോഷമായിട്ടുണ്ട് സ്കൂട്ടറൊക്കെ കാണുമ്പോഴേക്കും. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സ്കൂട്ടറൊക്കെ ഓടിക്കാൻ അറിയോ രേവതി നിനക്കെന്ന് ചോദിക്കുമ്പോൾ സച്ചേട്ടനൊന്ന് പുറകെ കയറുന്നൊക്കെ പറഞ്ഞ് രേവതി സച്ചിയെ ഇരുത്തി ഒരു റൗണ്ടൊക്കെ എടുക്കുന്നുണ്ട്. ഏതായാലും രേവതിക്ക് സന്തോഷമായി. വർഷയും പറയുന്നുണ്ട്, ചേച്ചിക്ക് ഏതായാലും ഈ വണ്ടി അകത്തോട്ടിടാം, അകത്ത് വന്ന് ആരും വണ്ടി പൊക്കിക്കൊണ്ട് പോകത്തില്ല, കസ്റ്റമേഴ്സിനൊക്കെ അങ്ങോട്ട് കൊണ്ട് എത്തിച്ചു കൊടുക്കാം, ഏതായാലും ഐഡിയ കൊള്ളാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. സന്തോഷം ഇല്ലാതിരിക്കുന്നത് ചന്ദ്രക്കും ശ്രുതിക്കും മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. എല്ലാവർക്കും